നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഗംഭീരമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മൾക്കറിയാം, എക്കാലവും ഭാരതത്തെ കട്ടുമുടിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളായിക്കോട്ടെ, ഇവിടേക്ക് കുടിയേറിയിട്ടുള്ള ഇസ്ലാമിക അധിനിവേശ ശക്തികളായിക്കോട്ടെ, ക്രൈസ്തവ അധിനിവേശ ശക്തികളായിക്കോട്ടെ, ഇവരൊക്കെ ഭാരതത്തെ കട്ടുമുടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ കട്ടുമുടിക്കാൻ ഇന്ന് ആധുനിക കാലത്ത് ഒരു ചാരവനിതയെ ഇറക്കിയ ഒരു രാജ്യമാണ് ഇറ്റലി എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിലുള്ള ഭയങ്കര ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, സോണിയ ഗണ്ഡി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഇറ്റലിക്കാരി മദാമയായിട്ടുള്ള, അവർ അവിടെ ബാർ നർത്തകിയോ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. നോക്കൂ, ഈ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇതിന്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് സോണിയ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ എന്തോ ഒരു മൈനോ, ഈ മൈനോ, അന്റോണിയോ മൈനോയോ എന്തൊരു കൊണാണ്ടർ, ഇവളുടെ പേര് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അവർക്ക് ഇരട്ട പൗരത്വമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ ഇറ്റലിക്കാരിയായിട്ടുള്ള ഇവർ രാജീവ് ഗണ്ഡിയുടെ ജീവിതത്തിലേക്ക് വരുന്നതും അവസാനം രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതും, ഈ രാജീവ് ഗണ്ഡി കൊല്ലപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും രാജീവിനെ പിന്തുണച്ചുകൊണ്ട് രാജീവിന്റെ പിറകിൽ നിന്ന് മാറാതെ പോയിക്കൊണ്ടിരുന്ന ഈ സോണിയ ഗണ്ഡി, രാജീവ് ഗണ്ഡി കൊല്ലപ്പെടുന്ന ആ ബോംബ് സ്ഫോടനത്തിൽ അങ്ങോട്ട് പോവാതിരിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. സോണിയ ഗണ്ഡി സ്വസ്ഥമായിരുന്നു. പിന്നീട് സോണിയ ഗണ്ഡി ഭാരതത്തിന്റെ ഭരണം കൈയാളുന്ന രീതിയിലേക്ക് മാറി. അതിന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പാവ പ്രധാനമന്ത്രിയെ വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അവർ 600 കോടി രൂപ കൈപ്പറ്റിയ കോഴക്കേസിന്റെ കൃത്യമായിട്ടും അവരുടെ പേരിൽ കൃത്യമായിട്ട് പ്രതിയാണ് എന്നുള്ള രീതിയിൽ കേസെടുത്ത രീതിയിൽ അതിലെ മറ്റൊരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്റർപോളാൽ UAE വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. അപ്പോൾ സോണിയ ഗണ്ഡി ഭാരതത്തെ രക്ഷിക്കാൻ വന്നതല്ല, അവരുടെ മകൻ രാഹുൽ ഗണ്ഡി ഈ പറയുന്ന ഭാരതത്തെ രക്ഷിക്കാൻ വന്നതല്ല, കട്ടുമുടിച്ച് നക്കാൻ വന്നവർ തന്നെയാണ്, വിദേശികൾ തന്നെയാണ്, ഈ വിദേശ ചാരവനിത തന്നെയാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ആ രീതിയിലുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ലേ രാമനാരായണ, നമ്മുടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ തന്നെ കൃത്യമായിട്ടും ഇതിന്റെ എല്ലാ വശങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് നമ്മളോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. കേട്ടു നോക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ഇറ്റലിയിലെ ഗവൺമെന്റ് മൂടിവെച്ചിരുന്ന ഒരു ഭീകര സത്യമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അപമാനകരമായ ഒരു ദുഃഖ സത്യം എന്ന് ആമുഖമായി തന്നെ പറയട്ടെ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് 8 മാസം മുൻപ് 2013 ഇറ്റലിയിലെ മിലാനിലുള്ള കോടതി 4 പേരെ ഗുരുതരമായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കുകയുണ്ടായി. എന്താണ് കേസ് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടാണ് അത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇറ്റലിയിലെ അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന കമ്പനിയിൽ നിന്ന് 12 ഹെലികോപ്റ്ററുകൾ വാങ്ങുകയാണ്. ആ 12 ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് വേണ്ടി 3600 കോടി രൂപ നമ്മുടെ രാജ്യം ചിലവാക്കുമ്പോൾ അതിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കോടതി വിധിയുടെ തെളിവുകളോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അന്ന് അവർ 4 പേരെയാണ്, അതായത് മിലാനിലെ കോടതി 4 പേരെയാണ് ശിക്ഷിച്ചത്. അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന ഹെലികോപ്റ്റർ നിർമ്മാണ കമ്പനിയുടെ ചെയർമാൻ ജൂസിപ്പെ ഓർസി 4.5 വർഷക്കാലമാണ് ജയിലിൽ കിടന്നത്. പരസ്യമായി കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടാണ് കമ്പനി ചെയർമാൻ ജയിലിലേക്ക് പോയത്. കമ്പനിയുടെ CEO ബ്രൂണോ സ്പക്ടോലിനി, അതുപോലെ തന്നെ ഈ ഇടപാടിൽ ഇടനിലക്കാരായി നിന്ന ഗിർഡിയോ ഹാസ്റ്റെക്, കാർലോ ലിയോട്ട, ഇവരുടെയൊക്കെ പേര് വായിക്കുമ്പോൾ അത് ഇറ്റാലിയൻ പേരായതുകൊണ്ട് ഉച്ചാരണം ശരിയാകണം എന്നില്ല. ഏതായാലും 225 പേജ് വരുന്ന ആ വിധി പകർപ്പ് രഹസ്യമായി വെക്കണം എന്ന് അന്ന് ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അപേക്ഷ പ്രകാരം കഴിഞ്ഞ 10 വർഷമായി ആ വിധി പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇന്ന് ആ വിധി പുറത്ത് എത്തിയിരിക്കുന്നു. 225 പേജുകൾ വരുന്ന ആ വിധി പകർപ്പിൽ പേജ് നമ്പർ 103, 204 എന്ന പേജുകളിൽ 4 തവണ ഈ കോഴ ഇടപാടിൽ
വൻതുക കൈപ്പറ്റിയ ഇന്ത്യയിലെ മൻമോഹൻ സിംഗ് സർക്കാരിനെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ഭരണം നടത്തിയ സോണിയാഗാന്ധിയുടെ പേരുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. 600 കോടി രൂപ കൈക്കൂലി പറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രിട്ടീഷ് ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കേൽ എന്ന വ്യക്തി പേജ് നമ്പർ 9 അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹായി പീറ്റർ ഹ്യൂസ്ലെക്കിന് എഴുതിയ കത്തിൽ പറയുന്നു, മാഡം ഗാന്ധി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സിനോറ ഗാന്ധിയുമായി നല്ല ബന്ധം വേണം, കാരണം അവരാണ് ഇതിന്റെ എല്ലാം പ്രേരക ശക്തി എന്ന്. ഈ അഴിമതി പണം പങ്കുവെക്കുന്നത് അന്ന് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൂടി പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് പട്ടേൽ എന്ന കോൺഗ്രസ് നേതാവാണ്. ഈ പണം ഇന്ത്യയിലേക്കല്ല കൊണ്ടുവന്നത്, മൗറീഷ്യസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തുന്നുണ്ട്. ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കൽ ജെയിംസിനെ ഇന്റർപോൾ UAE-യിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്തിനായിരുന്നു ഈ കോഴപ്പണം? അതായത് 12 ഹെലികോപ്റ്ററുകൾ VVIPകൾക്ക്, അതായത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി പോലെയുള്ള VVIPകൾക്ക് സഞ്ചരിക്കുവാനുള്ള ഹെലികോപ്റ്ററാണ് 12 എണ്ണം വാങ്ങുന്നത്. അതിന്റെ ഉയരം എന്നുള്ളത് 6000 മീറ്റർ മുകളിൽ കൂടി പറക്കണം എന്നാണ് നിയമം. അതായത് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടുന്ന റോക്കറ്റുകൾക്ക് എത്താൻ കഴിയാത്തത്ര 6000 മീറ്റർ ഉയരത്തിലൂടെ പറക്കേണ്ടതാണ് ഇത്തരം അതീവ സുരക്ഷയുള്ള ഹെലികോപ്റ്ററുകൾ. എന്നാൽ അഗസ്ത വെസ്റ്റ്ലാൻഡിന്റെ ഹെലികോപ്റ്ററുകൾക്ക് കേവലം 4500 മീറ്റർ മാത്രമേ ഉയരാൻ കഴിയൂ. അന്നത്തെ വ്യോമസേനാ മേധാവിയായ JS ത്യാഗി 6 മില്യൺ യൂറോ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് 6000 മീറ്റർ ഉയരം എന്നുള്ളത് 4500 മീറ്റർ ആക്കി കുറച്ചു റിപ്പോർട്ട് കൊടുത്തു. അതായത് എങ്കിൽ മാത്രമേ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ഈ പറയുന്ന ഹെലികോപ്റ്റർ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും കൂടി 8.4 മില്യൺ യൂറോ വീതിച്ചു നൽകി എന്നാണ് പറയപ്പെടുന്നത്. പേജ് നമ്പർ 163, 164 ഇന്ത്യയിലെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതന്മാരുടെ പേരുകൾ വരുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേൽ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരിപ്പിച്ചിരുന്ന സോണിയാഗാന്ധി, AICCയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ്, അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണൻ, ഇവരുടെയൊക്കെ പേരുകൾ ഈ പറയുന്ന രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം മൗനാനുവാദം നൽകിക്കൊണ്ട് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന പരമപരിശുദ്ധ AK ആന്റണി എന്ന മലയാളിയും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഈ വിധി നടന്നത് ഇന്ത്യയിലല്ല, അതായത് BJPയുടെയോ RSSന്റെയോ കോടതിയിലല്ല, മറിച്ച് സോണിയാഗാന്ധിയുടെ ജന്മദേശമായ ഇറ്റലിയിലെ മിലാനിലെ അപ്പീൽ കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 10 വർഷക്കാലം അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ചും സമ്മർദ്ദത്തിലാക്കിയും കൊണ്ട് കോൺഗ്രസിന് ഈ വിധിയെ മൂടിവെക്കാൻ കഴിഞ്ഞു. പക്ഷേ മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ഈ സത്യം പുറത്ത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, മോദിജി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇറ്റലിയുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ ഈ സത്യം അറിയുമായിരുന്നു. ഇപ്പോൾ ഈ സത്യം പുറത്തു വന്നു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നമ്മുടെ ചാനൽ ചർച്ചകൾ എവിടെ, ഏത് ദിശയിൽ നീങ്ങുന്നു എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം.